അല്ല മെമ്പർ നജീമോട് ഇരുന്ന ഒരു കാര്യം പറയട്ടെ. അല്ലല്ല ഇരിക്കും കാര്യം പറയാം. അല്ലല്ല നിങ്ങൾ ചിലക്കാതെ ഒരു കാര്യം പറയട്ടെ. മെമ്പർ നജീം ഇപ്പം വസ്തു മേടിച്ച് വീടും വെച്ച് ഇനി എന്തോ 5 കൊല്ലോടെ നിന്നിട്ട് വീണ്ടും ഇനി വസ്തു മേടിച്ച് വീട് വെക്കാനാണോ? 3 കൊല്ലം കൂടെ എനിക്ക് ലോണുണ്ട്. ആ പ്രതീക്ഷയല്ല ഞാൻ ഈ തുടർന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്തതല്ല, ജനങ്ങളെ സേവിക്കാനല്ല ഞാൻ ഇരുന്നത്. അതൊക്കെ എനിക്ക് മത്സരിച്ചേ പറ്റത്തുള്ളൂ. അവർ അടുത്ത 5 കൊല്ലോടെ കഴിഞ്ഞ് എല്ലാവരും നിർത്തിയാൽ ഞാൻ ഇവിടുത്തെ നിലവിലൊരു മെമ്പറല്ലേ. ഇറങ്ങി പോകാൻ ഫോട്ടോ ഒന്ന് പറയണം. പോലെ തോപ്പിക്കും ഞാൻ തോപ്പിക്കും. ഇങ്ങനെ പോകും. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ പിണങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നിർത്തും. എനിക്ക് അവസരം തന്നില്ല. ഞാൻ ഈ പാർട്ടിയിലില്ല. നജീം വന്ന് ഇവിടെ ഇരിക്കും. കാര്യം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. നിങ്ങളെല്ലാരും കൂടെ ഇവിടെ നിന്നുകൊണ്ട് തമ്മിലടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. എന്റെ അഭിപ്രായം ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്യും. തൻസീല് വസ്തുവും വാങ്ങിച്ച് വീടും ഒക്കെ വെച്ച് സെറ്റിൽ ആകട്ടെ. അപ്പൊ തൻസീല് തന്നെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പ്രസിഡന്റ് അങ്ങനെ പറയല്ല. പ്രസിഡന്റ് എനിക്ക് 3 കൊല്ലത്തെ ലോണും കൊണ്ട് അത് അടയ്ക്കാൻ എനിക്ക് വേറെ മാർഗമില്ല. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും ശീലമില്ല. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ മാർഗം കാണാം. ഈ പ്രാവശ്യം അയാള് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കട്ടെ. ആകെ ഒരു വില എനിക്ക് ഇതായിരുന്നു. ദൂരി മാറ്റുവാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇതിനകത്തിൽ വേറെ ചർച്ചയില്ല. പുള്ളി തൻസീല് തന്നെ സ്ഥാനാർത്ഥി. പ്രസിഡന്റിനൊന്നും തോന്നരുത്. ഈ വാർഡിൽ ഈ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കും. 3 കൊല്ലം എനിക്ക് ലോൺ അടച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ വരുന്നെങ്കിൽ വാ. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം. കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ